സംസ്ഥാനത്ത് ഇന്നും നാളെയും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. കേരള തീരത്ത് മത്സ്യബന്ധനത്തിനും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, തീരദേശത്തുള്ളവർക്കും കൃത്യമായ ജാഗ്രതാ നിർദ്ദേശം തന്നെയാണോ നൽകിയിരിക്കുന്നത്? മാത്രവുമല്ല, ഈ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയിക്കുന്നത്, അല്ലേ? തീർച്ചയായും അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിലെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം എന്നീ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്. മാത്രമല്ല, കേരളത്തിന്റെ തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ കാരണം എന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി തീവ്ര ന്യൂനമർദ്ദം നിലനിൽക്കുന്നുണ്ട്. അത് അതിതീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതുകൊണ്ടാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇത്തരത്തിൽ ഈ മേഖലയിൽ ഒരു മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇന്ന് 8 ജില്ലകൾക്ക് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം എന്നീ ജില്ലകൾക്കാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നാളെ നിലവിൽ 3 ജില്ലകൾക്ക് മാത്രമാണ് യെല്ലോ അലർട്ട് ഉള്ളത്. ഇടുക്കി, പാലക്കാട്, മലപ്പുറം എന്നീ ജില്ലകൾക്ക് മാത്രമാണ് ഈ യെല്ലോ അലർട്ട് നാളത്തെ തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് തന്നെയാണ് ഇപ്പോൾ നിലവിൽ നൽകിയിരിക്കുന്ന ഒരു മുന്നറിയിപ്പ്. ദേവിക. ശരി പ്രശാന്ത്.